2025 2025 ഐഫോൺ 16 എന്ന് പറയുന്ന മോഡൽ ഓൾറെഡി ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഐഫോൺ 17 സീരീസുകൾക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്. ഒരുപാട് മാറ്റങ്ങൾ ഈ പറയുന്ന എൻ്റയർ ലൈനപ്പിൽ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഇവൻ സോഫ്റ്റ്വെയറിലടക്കം ഐയിലടക്കം കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. എന്തായാലും ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത് ഐഫോൺ 17 സീരീസിൽ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന 9 മാറ്റങ്ങളെ പറ്റിയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ വർഷത്തെ ലൈനപ്പിൽ പ്ലസ് വേരിയന്റ് ഉണ്ടായിരിക്കില്ല. അതിന് പകരം എയർ വേരിയന്റ് എന്ന് പറയുന്ന ഒരു പുതിയ മോഡൽ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതായത് ഐഫോൺ 17, 17 എയർ, 17 പ്രോ, 17 പ്രോ മാക്സ്, അങ്ങനെ 4 മോഡലുകളായിരിക്കും ഈ വർഷം വരാനായിട്ട് പോകുന്നത്. ഐഫോൺ 17 എയർ ആദ്യമായിട്ടാണ് ഐഫോൺ സീരീസിൽ ഒരു എയർ വേരിയന്റിനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നത്. ബാക്കി പ്രോഡക്റ്റുകൾ നോക്കുകയാണെങ്കിൽ ഐപാഡ് ആണെങ്കിലും ലാപ്ടോപ്പ് ആണെങ്കിലും എല്ലാത്തിലും അവരുടെ ഒരു എയർ വേരിയന്റ് ഉണ്ട്. ഇപ്പോൾ ഈ ഒരു ഐഫോൺ സീരീസിലും ഈ ഒരു എയർ വേരിയന്റ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുമെന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും ഈ വർഷം വരാൻ പോകുന്ന 17 എയറിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് പറയുന്നത് ഇതിന്റെ തിക്നെസ് ആണ്. 5.5 mm, 5.5 mm മാത്രമായിരിക്കും ഇതിന്റെ ഒരു കട്ടി എന്ന് പറയുന്നത്. ഒരു പെൻസിലോളം മാത്രമായിരിക്കും. അത്രയും തിന്നായിട്ടുള്ള ഒരു ഡിസൈനിലാണ് ഈ ഒരു ഫോൺ വരാനായിട്ട് പോകുന്നത്. ഇതിന്റെ ബാക്കിൽ ഒരൊറ്റ ക്യാമറയായിരിക്കും. അത് നമ്മൾ ഗൂഗിൾ പിക്സൽ 9 സീരീസിലൊക്കെ കണ്ട പോലെ ആ ഒരു ക്യാമറ മൊഡ്യൂൾ വളരെ നീളത്തിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള രീതിക്ക് ആയിരിക്കും എന്നും പറയുന്നുണ്ട്. സോ ബാക്കി കാര്യങ്ങളൊന്നും ഇതിനെക്കുറിച്ച് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പിന്നെ പറഞ്ഞു കേൾക്കുന്നുണ്ട് ഓൾറെഡി ഇയുവിന്റെ സൈഡിൽ നിന്ന് പോർട്ട്ലെസ് ഡിവൈസുകൾ ഇറക്കാനുള്ള പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. സോ അതുകൊണ്ട് ഈ ഒരു 17 എയർ എന്ന് പറയുന്ന ഡിവൈസിൽ ചാർജിങ് പോർട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കില്ല. വയർലെസ് ആയിട്ട് ചാർജ് ചെയ്യേണ്ട വരും എന്ന് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല, മേ ബി അത് ഫ്യൂച്ചറിൽ വരുമായിരിക്കാം. ഈ ഒരു മോഡലിൽ എന്തായാലും USB Type-C ചാർജിങ് പോർട്ട് ഉണ്ടായിരിക്കും. എന്തായാലും ഐഫോൺ 17 എയർ എന്ന് പറയുന്ന ഒരു പുതിയ മോഡൽ അവർ ഈ വർഷത്തെ ലൈനപ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇനി പറഞ്ഞു കേൾക്കുന്നത് ഡിസൈനിലുള്ള ചേഞ്ചാണ്. ഇപ്പോൾ 17 നോക്കുകയാണെങ്കിൽ 16 എങ്ങനെയായിരുന്നു ആ ഒരു ക്യാമറ മൊഡ്യൂൾ, ആ ഒരു ഡിസൈൻ തന്നെയായിരിക്കും 17 വരാനായിട്ട് പോകുന്നത്. 17 എയറിന്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു. തിക്നെസ് അത്രയും കുറഞ്ഞിട്ടുള്ള സിംഗിൾ ക്യാമറ ആയിട്ടുള്ള ഒരു ഡിസൈനിലായിരിക്കും അത് വരാനായിട്ട് പോകുന്നത്. ഇനി പ്രോ വേരിയന്റിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവരുടെ ആ ഒരു ക്യാമറ മൊഡ്യൂൾ ഉണ്ടല്ലോ, അത് ആ ഒരു സ്ക്വയർ ടൈപ്പ് മാറ്റിയിട്ട് പകരം ഒരു റെക്ടാങ്കുലർ ടൈപ്പിലായി വളരെ നീളത്തിലൊരു ഡിസൈൻ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതിന്റെ റെൻഡേഴ്സ് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ ലീക്ക് ആയിട്ടുണ്ട്. എന്തായാലും ഇങ്ങനെ വരാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് സ്റ്റേബിൾ ആയിട്ടുള്ള, ബെറ്റർ ആയിട്ടുള്ള സ്പേഷ്യൽ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ഡിസൈനിലോട്ട് വന്നതെന്നാണ് പറയുന്നത്. എന്തായാലും ഡിസൈനിലുള്ള ഒരു ചേഞ്ച് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇനി ക്യാമറയുടെ കാര്യത്തിൽ അവിടെയും കാര്യമായിട്ടുള്ള ഒരു വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോഴും നമ്മളുടെ നോർമൽ വേരിയന്റിൽ 17 എന്ന് പറയുന്ന വേരിയന്റിൽ ഈ വർഷത്തെ പോലെ തന്നെയുള്ള 48 മെഗാ പിക്സലിന്റെ 12 മെഗാ പിക്സലിന്റെ ആ ഒരു ക്യാമറ കോമ്പിനേഷൻ തന്നെയായിരിക്കും. എന്നാൽ പ്രോ വേരിയന്റിന്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ അവിടെ 12 മെഗാ പിക്സലിന്റെ ടെലിഫോട്ടോ ലെൻസിന് പകരം കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള, കുറച്ചും കൂടി കേപ്പബിൾ ആയിട്ടുള്ള 48 മെഗാ പിക്സലിന്റെ ടെലിഫോട്ടോ ലെൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യും എന്നാണ് പറയുന്നത്. സോ കുറെ കൂടി ബെറ്റർ ആയിട്ടുള്ള പോർട്രേറ്റ് ഔട്ട്പുട്ട് എടുക്കാനായിട്ട് സാധിക്കും. ഇത് റൂമറാണ് കേട്ടോ. ഇനി 48 കൊണ്ടുവരുമോ 24 കൊണ്ടുവരുമോ എന്നുള്ളത് എന്തായാലും കാത്തിരുന്ന് കാണേണ്ടി വരും. മിക്കവാറും എന്തായാലും ആ 12 മെഗാ പിക്സലിന്റെ ടെലിഫോട്ടോ ലെൻസ് എടുത്ത് മാറ്റാനുള്ള സാധ്യത ഉണ്ട്. അതിന് പകരം പുതിയൊരു സെൻസർ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ക്യാമറയുടെ കാര്യത്തിൽ പറഞ്ഞു കേൾക്കുന്ന മറ്റൊരു വലിയൊരു ചേഞ്ച് എന്ന് പറയുന്നത് എൻ്റയർ ലൈനപ്പിൽ 17 എയർ, പ്രോ മാക്സ് എല്ലാത്തിൻ്റെയും സെൽഫി ക്യാമറ 24 മെഗാ പിക്സലായിട്ട് അപ്ഗ്രേഡ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഇപ്പം നിലവിൽ എല്ലാ യൂണിറ്റിലും 12 മെഗാ പിക്സലാണ്. അതിന് പകരം 24 മെഗാ പിക്സലിന്റെ ഒരു പുതിയ സെൻസർ കൊണ്ടുവരും എന്ന് കേൾക്കുന്നുണ്ട്. ഞാനടക്കം ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു വലിയൊരു ചേഞ്ചാണ് ഡിസ്പ്ലേയുടെ കാര്യത്തിൽ. ഈ വർഷം വരാൻ പോകുന്ന 17 എയർ എല്ലാ വേരിയന്റിലും പ്രോ മോഷൻ ഡിസ്പ്ലേ കൊണ്ടുവരും. അതായത് LTPO OLED പാനലായിരിക്കും വരാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ പോലുള്ള കാര്യങ്ങളൊക്കെ ഇനി വരുന്ന 17 സീരീസിലെ എല്ലാ യൂണിറ്റിലും കിട്ടും എന്നാണ് പറയുന്നത്. സോ ആപ്പിളാണ്, നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഇനിയും അവരത് കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ കാര്യമായിട്ടുള്ള ഒരു പണി അവർക്ക് കിട്ടും എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. കാരണം 2025 ആയത് അവർ ഇതുവരെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറായിട്ടില്ല. എന്തായാലും ഇനി വരാൻ പോകുന്ന എല്ലാ യൂണിറ്റിലും പ്രൊമോഷൻ ഡിസ്പ്ലേ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഡിസ്പ്ലേ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. കാത്തിരുന്ന് തന്നെ കാണാം. പ്രോ വേരിയന്റുകളുടെ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ കുറച്ചും കൂടി ടഫർ ആയിട്ടുള്ള ആന്റി റിഫ്ലക്റ്റീവ് കോട്ടിങ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്ന് താഴെ വീണ് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഗ്ലെയർ മൂലം നമ്മളുടെ ഡിസ്പ്ലേയിലുള്ള കണ്ടന്റുകൾ കാണാനായിട്ടുള്ള ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാകും. ഇത് മെയിൻലി എക്സ്പെക്ട് ചെയ്യുന്നത് പ്രോ വേരിയന്റുകളിലാണ്. 17 എയറിലും നമ്മൾ മുൻ വർഷങ്ങളിൽ കണ്ട പോലത്തെ സെറാമിക് ഷീൽഡിന്റെ അതേ സെറ്റപ്പ് തന്നെയായിരിക്കും. ഓൾറെഡി നമ്മൾ S25 അൾട്രാ സീരീസിൽ കണ്ടിട്ടുള്ളതാണ് ആ ഒരു ആന്റി ഗ്ലെയറിന്റെ ഒരു
സുഖം എന്താണെന്നുള്ളത്. സോ ആ ഒരു ഫീച്ചർ ഈ വർഷത്തെ പ്രോ വേരിയന്റിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അടുത്ത പ്രധാന മാറ്റം എന്ന് പറയുന്നത് എല്ലാ വർഷത്തെയും പോലെ അവരുടെ പ്രോസസ്സറുകളിലുള്ള ചേഞ്ച്. ഇപ്പോൾ ഐഫോൺ 17 പ്രോ ഈ രണ്ട് മോഡൽ നോക്കുകയാണെങ്കിൽ A19 എന്ന് പറയുന്ന പ്രോസസ്സർ ആയിരിക്കും. ഇനി പ്രോ വേരിയന്റ് നോക്കുകയാണെങ്കിൽ A19 പ്രോ എന്ന് പറയുന്ന പുതിയൊരു പ്രോസസ്സർ ആയിരിക്കും. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് 3 നാനോമീറ്റർ ആർക്കിടെക്ചറിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബെറ്റർ ബാറ്ററി ലൈഫ്, ബെറ്റർ AI കാപ്പബിലിറ്റി, അതുകൂടാതെ ആപ്പ് ലോഞ്ചിങ്, മൾട്ടി ടാസ്കിങ് കാര്യങ്ങളൊക്കെ കുറെ കൂടി ബെറ്റർ ആയിരിക്കും. അതായത് എഫിഷ്യന്റ് ആയിട്ടുള്ള പുതിയ പ്രോസസ്സറുകൾ ഈ പറയുന്ന എല്ലാ വേരിയന്റിലും അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇനി കണക്ടിവിറ്റിയുടെ സൈഡിൽ പ്രധാനമായിട്ടും എക്സ്പെക്ട് ചെയ്യുന്നത് Wi-Fi 7ന്റെയും ബ്ലൂടൂത്ത് വെർഷൻ 5.4ന്റെയും ഇന്റഗ്രേഷൻ ആണ്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടിയും ബെറ്റർ സ്ട്രീമിങ്, ഗെയിമിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ പറയുന്ന ഐഫോൺ 17 സീരീസിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. ഇനി അടുത്ത മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നിലവിൽ അമേരിക്കയിൽ ഇറങ്ങുന്ന ഫോണുകളിൽ സിം ട്രേ കൊടുത്തിട്ടില്ല. ആ ഒരു സംഭവം കുറെ കൂടി രാജ്യങ്ങളിലോട്ട് അവർ ഇംപ്ലിമെന്റ് ചെയ്യും എന്ന് പറയുന്നുണ്ട്. ഇന്ത്യ അടക്കം പല രാജ്യങ്ങളിലോട്ടും അങ്ങനെ കൊണ്ടുവരാൻ സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത്. എന്തായാലും അത് എനിക്ക് തോന്നുന്നില്ല. മേ ബി യൂറോപ്യൻ കൺട്രീസോ അല്ലെങ്കിൽ ന്യൂസിലാൻഡ് പോലുള്ള ഏതെങ്കിലും കൺട്രീസിൽ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുമായിരിക്കും. അതിനുശേഷമായിരിക്കും ഇന്ത്യയിലോട്ട് വരിക. കാരണം ഈ സിം എന്ന് പറയുന്ന ആ ഒരു ട്രെൻഡ് അത്രയ്ക്ക് അങ്ങോട്ട് ഇന്ത്യയിൽ വ്യാപകമായിട്ടില്ല. സോ ആപ്പിൾ അത്തരത്തിലൊരു റിസ്ക് എടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൂടാതെ നമുക്ക് BSNL, ഈവൻ വോഡഫോണിനൊന്നും ഈ സിമ്മിന്റെ സപ്പോർട്ട് കിട്ടുന്നില്ല. നിലവിൽ കിട്ടുന്നത് ജിയോയും അതേപോലെ എയർടെല്ലും ആണ്. സോ സിം ട്രേ ഇല്ലാത്ത ഫോണുകൾ ഇന്ത്യയിലോട്ട് അവർ ഇറക്കുമെന്ന് അറിയില്ല. പക്ഷെ മറ്റ് കൂടുതൽ രാജ്യങ്ങളിലോട്ട് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇത്രയും മാറ്റങ്ങളാണ്, ഈ 9 മാറ്റങ്ങളാണ് മെയിൻലി ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ളത്. ഇനിയും ഒരുപാട് വാർത്തകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ഒന്ന് കൺഫേം ആയി വരുന്നേ ഉള്ളൂ. എന്തായാലും ഈ വർഷം സെപ്റ്റംബറിലാണ് നമ്മൾ ഐഫോൺ 17 സീരീസുകൾ എക്സ്പെക്ട് ചെയ്യുന്നത്. എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എന്താണ് ഈ വർഷത്തെ ഐഫോൺ 17 സീരീസുകളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ളത് കമന്റ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.